ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നവംബർ 30 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡേ, ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ആണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ സുഖവും ദുഃഖവും ഒക്കെ കൂടിക്കലർന്ന് ഒരു 23 വർഷങ്ങൾ കടന്നു പോയത് ഇന്നലെ കഴിഞ്ഞ് പോയ പോലെ നമുക്ക് തോന്നും കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയിൽ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങളങ്ങനെ വിവാഹ വാർഷികങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കാറില്ല കേട്ടോ. ഞങ്ങളുടെ 1ാം വിവാഹ വാർഷികം മാത്രം ജസ്റ്റ് ഒന്ന് ആഘോഷിച്ചതേ ഉള്ളൂ. പിന്നീടുള്ള വാർഷികങ്ങളെല്ലാം ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും ഞങ്ങൾ 4 പേരും ചേർന്നിട്ടുള്ള അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു വിവാഹ വർഷങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് അമ്പലത്തിൽ പോവും, എന്തെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെറിയ ആഘോഷങ്ങളൊക്കെ വലിയ ആഘോഷങ്ങളാക്കി തീർക്കുന്നത് നമ്മുടെ മക്കളാണല്ലോ അല്ലേ. അപ്പം മോള് പുറത്തേക്ക് പഠിക്കാൻ പോയതോടുകൂടി നമ്മൾ അതിനൊക്കെ ഒന്ന് ചെറിയൊരു സ്റ്റോപ്പ് ഇട്ടു. പക്ഷേ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ മൂത്ത നാത്തൂൻ അപ്രതീക്ഷിതമായി കയറി വന്നത് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ എനിക്ക്. കാരണം നമുക്ക് അവർ നമ്മളെ ഓർത്തല്ലോ. അപ്പോൾ അതുപോലെ ഓർത്ത എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ മാതാപിതാക്കളുണ്ട് കേട്ടോ. അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ വിഷ് ചെയ്തേനെ, എൻ്റെ ഹസ്ബൻഡിനെ എന്നെ വിഷ് ചെയ്തേനെ കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളിൽ പാറുവാണ് ആദ്യം കല്യാണം കഴിച്ചപ്പോൾ അവളുടെ കുഞ്ഞും ഒക്കെ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കേട്ടോ. നമുക്ക് എപ്പോഴും അതൊക്കെ സ്പെഷ്യലാണ്, കുഞ്ഞു മക്കളൊക്കെ ഉള്ളപ്പോഴേ. അപ്പം ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കണ്ടോ, അവന് കേക്ക് കൊടുക്കുന്നതാണ്. അപ്പം വേറെ പിള്ളേരുണ്ട് നമുക്ക്, കിങ്ങിണിയും എൻ്റെ മോള്, ഇളയ നാത്തൂൻ്റെ കുട്ടികൾ, പിന്നെ എൻ്റെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരൊക്കെ. അപ്പം നമുക്ക് എന്നും സന്തോഷിക്കാനായിട്ട് ഇതുപോലുള്ള അവസരങ്ങൾ ദൈവം തരുമ്പം വർഷത്തിലൊരു പ്രാവശ്യമല്ലേ നമുക്കിതുപോലുള്ള അവസരങ്ങൾ തരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ മാറ്റി വെക്കാണ്ട് നമ്മൾ ചെറുതാണെങ്കിലും നമ്മളൊന്ന് ആഘോഷിക്കണം കേട്ടോ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ 70ാം വിവാഹ വാർഷികത്തിന് ഇവരെല്ലാവരും ചുറ്റിനുണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റിനുള്ളവരും അവരും സന്തോഷമായിട്ടിരിക്കണമല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. സുഖവും ദുഃഖവും കുറവും കൂടുതലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സന്തോഷിക്കേണ്ട നിമിഷങ്ങൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ ആഘോഷിക്കുക. പിന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും ദൈവത്തോടും ഞാൻ നന്ദി പറയണം കേട്ടോ. നല്ലൊരു ഭർത്താവിനെയും നല്ലൊരു കുടുംബത്തിലേക്ക് വന്ന് ചേരാൻ എനിക്ക് സാധിച്ചതും ഒക്കെ എൻ്റെ ദൈവാനുഗ്രഹമാണ്. അവരുടെ കഷ്ടപ്പാടിൻ്റെ വിലയാണ് കേട്ടോ. അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം എല്ലാ പെൺകുട്ടികളും അതാണല്ലോ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സ്വത്തും മുതലൊന്നും നമുക്ക് അധികമൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷങ്ങൾ കേട്ടോ. എല്ലാവരും ഒരുമിച്ചുള്ള നിമിഷങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിക്കാനുള്ള മനസ്സും അതൊക്കെയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അല്ലാതെ ഒരുപാട് പണമോ സ്വത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല കേട്ടോ. അപ്പം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം എൻ്റെ മോള് വാട്സപ്പ് കോളിലൊക്കെ വന്ന് അവൾക്ക് സന്തോഷമുണ്ട് കേട്ടോ. അവിടെ പോയി കേക്കൊക്കെ മുറിക്കുന്നതുകൊണ്ട് അവളാണല്ലോ എല്ലാത്തിൻ്റെയും സംഘാടക. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് പോകാൻ ധൃതിയുള്ളത് കൊണ്ട് നമ്മൾ എന്നാൽ പുറത്തേക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് പിരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഫുഡൊന്നും വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴത്തെ ചേച്ചിയും ചേച്ചിയുടെ മൂത്ത മോനും കൂടെയാണ് അവിടെ ഇരുന്ന് കേക്ക് കഴിക്കുന്നത്. ചെറിയ ചെറിയ തമാശകളൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതാണ് പാറു. എപ്പോൾ വന്നാലും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറേ ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എല്ലാവരും കേട്ടോ. അപ്പോൾ മാലു വാട്സപ്പ് വന്ന് അവളോടും ബൈ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളത് ഇറങ്ങുവാണ്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുഡൊക്കെ എത്തി കേട്ടോ. ഞങ്ങൾ സന്തോഷമായിട്ട് എല്ലാവരും ഭർത്താവിനൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തൊരു സുലൈമാനിയൊക്കെ കുടിച്ച് ഞങ്ങൾ
എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ബായൊക്കെ പറഞ്ഞ് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വളരെ ഒരു കളർഫുള്ളായി, നമ്മൾ വിചാരിക്കാത്ത രീതിയിലല്ലേ. അതൊക്കെ ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.